ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. വ്യത്യസ്തമായിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം കാണുന്ന പല അത്ഭുതങ്ങളും എന്നറിയപ്പെടുന്ന വിശേഷിപ്പിക്കുന്ന അതിലുൾപ്പെടുന്ന ഒരു പിരമിഡ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഈജിപ്തിലെ പിരമിഡ് വാർത്തകളിലും ശാസ്ത്രീയ വീക്ഷണങ്ങളിലുമൊക്കെ പിരമിഡിനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പരക്കെ പ്രചാരത്തിലുണ്ട്. ലോക മഹാത്ഭുതങ്ങളിൽ 7ാമത്തെ അത്ഭുതമാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണെന്നും അവിടെ ഈ പിരമിഡ് ദർശിക്കുന്നതിനു വേണ്ടി വിദേശീയരും തദ്ദേശീയരുമായ ആളുകൾ നിരന്തരം പോകുന്നു. ഈ ഗാംഭീര്യമേറിയ പിരമിഡിൻ്റെ മനോഹാരിതയും ആസ്വദിക്കുന്നു. അങ്ങനെ തിരിച്ചു പോരുന്നു. അതിനെക്കുറിച്ചുള്ള നിർമ്മാണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഏത് കാലത്ത് നിർമ്മിച്ചു എന്നിരിക്കുന്ന കാര്യത്തിലുള്ള സംശയങ്ങൾ, കൃത്യമായിട്ടൊന്നും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ പിരമിഡും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുതകളും ഇന്നും വളരെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളത്. ചെറിയതായ അറിവുകൾ മാത്രമേ മനുഷ്യർക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. ഈജിപ്തിൻ്റെ ആ രാജ്യത്തിൻ്റെ പാരമ്പര്യം, അതിൽ ഉള്ള ജനതകളുടെ വിശ്വാസം ഏത് വിധത്തിലായിരിക്കുന്നു എന്നുള്ളതൊക്കെ സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ അറിയാം. പണ്ട് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവിടെ അടിമകളായി കഴിഞ്ഞിരുന്നു. ഫറോ രാജാക്കന്മാരുടെ കാലത്ത് അവർ പീഡിപ്പിക്കപ്പെട്ടും ദണ്ഡിപ്പിക്കപ്പെട്ടും നൂറ്റാണ്ടുകൾ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നു. മോശ മുഖാന്തരമാണ് അവരെ അവിടെ നിന്ന് വിടുവിക്കുന്നത്. ഈജിപ്തിലെ രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് ഫറോ. ക്ലിയോപാട്രയൊക്കെ ഈജിപ്തിൻ്റെ ഫറോ ആയിരുന്ന. ഈജിപ്ത് മിസ്രൈം എന്നൊക്കെ പറയുമ്പോൾ അതിന് ദൈവനിർണയത്തോട് ബന്ധമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ചു സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിന് സൂര്യനഗരം ഈർ ഹഹേരസ് എന്ന് വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ
യഹോവയ്ക്കൊരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്തു സൈന്യങ്ങളുടെ യഹോവയ്ക്കൊരു അടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും. ഈ വാക്യം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യെശയ്യാവ് 19-ന്റെ 18, 19, 20 വാക്യങ്ങൾ ഇത് പ്രത്യക്ഷമായിട്ടും ഈജിപ്തിലെ ദ ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്ന ആ പിരമിഡിനെ ഉദ്ദേശിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ഈ 19-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകം എന്ന് ഹെഡിങ്ങോടാണ്. മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകം. മിസ്രയീം ദേശത്തെക്കുറിച്ച് ദൈവം ഏതോ കാര്യങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് പ്രവചന രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. 19ഉം 20ഉം വാക്യങ്ങൾ. അന്നാളിൽ മിസ്രയീം ദേശത്തിൻ്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണുമുണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരടയാളവും ഒരു സാക്ഷ്യവും ആയിരിക്കും. വേദ വിപരീതികൾ ആയിരിക്കുന്നവർക്ക്, യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് ബൈബിൾ ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റൊരു ബൈബിളായിട്ട് തീരുവാണ് ഈ മഹാപിരമിഡ്. ഈ ബൈബിളിനെ നിരാകരിക്കുന്നവർക്ക് ആ ബൈബിളിനെ നിരാകരിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തെ ഒരു വിധത്തിലും തകർക്കാൻ ഈ ലോക ജ്ഞാനം കൊണ്ടോ മാനുഷിക നിരൂപണങ്ങൾ കൊണ്ടോ സാധ്യമല്ല. അപ്പം നിങ്ങൾക്ക് തോന്നാം, എങ്ങനെയാണ് ബൈബിൾ പുസ്തകം ദൈവത്തിൻ്റെ നിർണയമായിരിക്കുന്നത് പോലെ തന്നെ പിരമിഡ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മറ്റൊരു ബൈബിളായി തീരുന്നത് എന്ന്. അത് ആ പിരമിഡിനെ കുറിച്ചും അതിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളെക്കുറിച്ചും വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ അതും ഒരു ബൈബിളാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഈ മിസ്രയീം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് എന്ന്. മിസ്രയീം എന്തിന്, ഏത് അക്ഷരാർത്ഥത്തിൻ്റെ ലക്ഷ്യാർത്ഥമാണ് മിസ്രയീം? മിസ്രയീമിലെ ഫറോ രാജാക്കന്മാർ അവരലങ്കരിക്കുന്ന സ്ഥാനം, അതെന്തിൻ്റെ ഒരു ലക്ഷ്യാർത്ഥമായിരിക്കുന്നു? അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ പിരമിഡിന് മിസ്രയീം ദേശവുമായിട്ട് എന്താണ് ബന്ധം? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു. അവരെ മോശയിൽ കൂടെ
കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നു ദൈവം. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നാണ്. ഈ മിസ്രയീമിലുള്ള വിശേഷത എന്താ? മിസ്രയീമ്യർ വലിയ ഈശ്വരവിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. അവരുടെ ഭരണകൂടം മതത്തിൽ അടിസ്ഥാനപ്പെട്ട ഭരണകൂടമാണ്. എന്ന് പറഞ്ഞാൽ ഫറോ രാജാക്കന്മാർ അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ദൈവം അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. ദൈവം അവരിൽ കൂടെ ജനതയ്ക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഫറോ രാജാക്കന്മാരെ മിസ്രയീമ്യർ വണങ്ങുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഭരിച്ച് മരിക്കുന്ന രാജാക്കന്മാരെ വളരെ ബഹുമാന പുരസ്സരം അടക്കം ചെയ്യുവാൻ വേണ്ടി നിർമ്മിതമായിട്ടുള്ള കല്ലറകൾ, അത് പിരമിഡുകൾ എന്ന് അറിയപ്പെടും. ഇതിനെക്കുറിച്ചുള്ള നിർമ്മിതിയുടെ കാലങ്ങളെക്കുറിച്ചൊക്കെ സയൻസ് നമ്മളോട് പറയുന്നത്, ശാസ്ത്രം പറയുന്നത് 4500 വർഷം മുമ്പാണ് ഗിസയിലെ പിരമിഡ് നിർമ്മിക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ പുറകോട്ട് പോയാൽ 4500 വർഷം മുമ്പ്. ഒരുപാട് പിരമിഡുകൾ ഈജിപ്തിലുണ്ടെന്നാണ്. അതിൽ 3 പിരമിഡുകളാണ് വലിയ പിരമിഡുകൾ. ബാക്കിയൊക്കെ ചെറുതുകളാണ്. അത് 100 കണക്കിന് കൊണ്ടെന്നാണ് പറയുന്നത്. അത് ഈ ഫറോ രാജാക്കന്മാരെ, അതുപോലെ ബഹുമാന്യരായ ആളുകളെയൊക്കെ അടക്കം ചെയ്യുന്ന ശവകുടീരങ്ങളായിട്ടാണ് പണിയപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നിർണയത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഈ മഹാപിരമിഡ് രാജാക്കന്മാരെ അടക്കം ചെയ്യുവാൻ നിർമ്മിച്ചിട്ടുള്ളതല്ല. അതിലൊരു രാജാവിൻ്റെയും ശവം വയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. കാരണം ഈ ഗ്രേറ്റ് പിരമിഡിൻ്റെ നിർമ്മിതിയുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ പിരമിഡുകളും ശവം സൂക്ഷിക്കാനായിട്ട് നിർമ്മിച്ചിട്ടുള്ള. എന്താ ഈ ശവം ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്തിനാ? അതൊരു അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശവം സൂക്ഷിക്കുന്നത്. ഫറോ രാജാക്കന്മാർ അവരുടെ ആത്മാവ് മരിക്കുന്നില്ല, അവരുടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. മരണശേഷവും അവർക്ക് ജീവിതം തുടരുന്നു. അതിനുവേണ്ടി മരണശേഷം ജീവിതം തുടരുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളൊക്കെ ഈ പിരമിഡിനകത്ത് സൂക്ഷിക്കും. ഈ ശരീരവും സൂക്ഷിക്കും. ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള മിസ്രയീമ്യരുടെ ജ്ഞാനമൊന്ന് വലുതാണ്. അതുകൊണ്ട് ഇസ്രായേലൊക്കെ മിസ്രയീമിൽ അടിമയായിരുന്ന കാലത്തും ഇങ്ങനെ ശരീരം സൂക്ഷിച്ചു വയ്ക്കുന്ന രീതികൾ അവർ പഠിച്ചിരുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ശരീരം സൂക്ഷിക്കുന്നത് പോലെ ഇത് അനേക നൂറ്റാണ്ടുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള വിദ്യകൾ മിസ്രയീമിൽ അറിയും.
മിസ്രയീമ്യരുടെ സംസ്കാരം എല്ലാ വിധത്തിലും വളരെ ഔന്നത്യമുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും അവർ വളരെ പ്രഗത്ഭന്മാരാണ്. അപ്പം മരണത്തോടുകൂടി ജീവിതം അവസാനിക്കാത്ത ഫറോ രാജാക്കന്മാർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യാദികളും ആവശ്യാദികളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ പിരമിഡിനകത്ത് സൂക്ഷിച്ചു. എന്നിട്ടത് വായു പോലും കടക്കാത്ത രീതിയിൽ അടച്ച് ഭദ്രമാക്കി വയ്ക്കും. ഇത് ചെറിയ ചെറിയ പിരമിഡുകളെ കുറിച്ചാണ്. നമ്മളിവിടെ പറയുന്ന പിരമിഡിൻ്റെ നിർമ്മാണം നടത്തിയത് ജോസർ എന്ന് പറയുന്ന ഒരു ഫറവോനാണ്. അദ്ദേഹം വളരെ ബുദ്ധിമാനും വളരെ കാലം ഇസ്രയേൽ ഭരിച്ച ആളുമാണ്. ചില രാജാക്കന്മാർ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. പിരമിഡ് നിർമ്മിച്ചുള്ള പലരും വളരെ കാലം ദീർഘായുസോടുകൂടി ഇരിക്കാതെ തന്നെ മരിച്ചു പോയി. ചില പിരമിഡുകൾ അങ്ങനെ പൂർത്തിയാകാതെയും വന്നിട്ടുണ്ട്. ജോസർ എന്ന് പറയപ്പെടുന്ന ആ ഫറോ, അദ്ദേഹത്തിന് ദീർഘകാല ആയുസ് കിട്ടിയതിൻ്റെ പേരിൽ അതിമനോഹരമായ ഒരു പിരമിഡ് പണിത് തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 20 വർഷം കൊണ്ട് 1,00,000 പണിക്കാർ നിരന്തരം പരിശ്രമിച്ചിട്ടാണ് ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ്. പലരും പല രീതിയിൽ അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് ഇച്ചിരി കൂടിയിരുന്നാലും കുറഞ്ഞിരുന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്കതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും അതിൽ ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചുമാണ് അറിയേണ്ടത്. അപ്പം ഇവിടെ പിരമിഡ് നിൽക്കുന്നത് ഈജിപ്തിലാണ് എന്നുള്ളത് തർക്കമില്ല. അത് ശാസ്ത്രവും സമ്മതിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനവും അത് തന്നെയാണ് പറയുന്നത്. അന്നാളിൽ മിസ്രയീം ദേശത്ത് അതിൻ്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠം. ഈ പിരമിഡിനെ കുറിച്ച് യഹോവയുടെ യാഗപീഠമെന്ന് വിശേഷിച്ചിരിക്കുന്നു. കണ്ടോ? ഇത് നിൽക്കുന്നത് എവിടെയാണ്? മിസ്രയീം ദേശത്തിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പർ ഈജിപ്റ്റ്, ലോവർ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഈജിപ്തിനെ 2 ഭാഗമായിട്ട് തിരിക്കുന്നു. മിക്കവാറും നൈൽ നദി ആയിരിക്കാം ഇതിനെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. നൈൽ നദി അത് മിസ്രയീമിൻ്റെ നടുവിൽ എന്നാണ്. ഭൂമിശാസ്ത്രപരമായി മിസ്രയീം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഭൂമിയുടെ സെൻറ്ററാണെന്നാണ് പറഞ്ഞത്. ഭൂമിയുടെ സെൻറ്റർ നടുവിൽ, അതാണ് മിസ്രയീമിൻ്റെ നടുവിൽ. അതിൻ്റെ അതിർത്തിയിൽ, അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ 2 മിസ്രയീം ചേരുന്നതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു യാഗപീഠവും യഹോവയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും. തൂണെന്ന് പറഞ്ഞാൽ സ്തംഭം. ഈ പിരമിഡ് യഹോവയ്ക്ക് വേണ്ടി ഉള്ള ഒരു യാഗപീഠം എന്നാണ്. ഇവിടെ ആരെങ്കിലും യാഗം കഴിച്ചതായിട്ട് നമ്മുടെ ശാസ്ത്രമൊന്നും പറയുന്നില്ല. ഇത് ഒരു സാക്ഷ്യമാണ്,
ഒരു ഓർമ്മ സ്തംഭമാണ്, എക്കാലത്തേക്കും നിലനിൽക്കും. ഇതിൻ്റെ വിശേഷത 13 ഏക്കർ സ്ഥലത്താണ് ഇതിൻ്റെ അടിത്തറയുടെ വിസ്തീർണം. സമചതുരത്തിൽ അങ്ങനെ 4 പാർശ്വങ്ങളായിട്ട് മുകളിലേക്ക് ഇത് ചെരിഞ്ഞ് വന്ന് ഒരു അഗ്രത്തിൽ ഇത് പൂർത്തീകരിക്കുന്നുവെന്നാണ്. അത് പിരമിഡിൻ്റെ പടം കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ രൂപം, അതിൻ്റെ ആകൃതി. ഇത് സൈന്യങ്ങളുടെ യഹോവയ്ക്കൊരു അടയാളം, ഒരു സാക്ഷ്യം. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം, ഇത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ കൃത്യമായ ഒരു തെളിവ് നമ്മുടെ ശാസ്ത്രത്തിന് കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പോലെ തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രത്തിന് കൂടുതലായ വിവരങ്ങളൊന്നും കണ്ടെത്തുവാൻ ആയിട്ടില്ല. അതുപോലെ തന്നെ ഒരു മഹാ അത്ഭുതമാണ് ഈ പിരമിഡ്. ഇതിൻ്റെ ഒരു കല്ലിൻ്റെ വെയിറ്റ് 2000 ടൺ മുതൽ 60,000-70,000 ടൺ വരെ ഭാരമുണ്ടെന്നാണ് പറഞ്ഞത് ഒരു കല്ലിൽ. അങ്ങനെ ഏതാണ്ട് 3.5 ലക്ഷം കല്ലുകൾ ഇതിന് വേണ്ടി വരുന്നു, ഇതിൻ്റെ നിർമ്മിതി. അപ്പം ഇത് പണി തീരുമ്പോൾ അതിൻ്റെ ആകെയുള്ള ആ വെയിറ്റ് നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ അത് നിൽക്കുന്ന അടിത്തറ അത്രയ്ക്ക് ഉറപ്പുള്ളതല്ലെങ്കിൽ അത് കീഴ്പോട്ട് ഇരുന്നു പോകും. അപ്പം അതിൻ്റെ അടിത്തറ വളരെ പരിശോധിച്ചതിൻ്റെ ശേഷമാണ് ഗസയിൽ തന്നെ നിർമ്മിക്കാമെന്ന് തീരുമാനിക്കും. ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ള ആളുകളുടെ പ്രയത്നം, അതിനായിട്ട് കല്ലുകൾ ശരിപ്പെടുത്തിയെടുത്ത സ്ഥലം, ഇതിനെ കാഠിന്യം, അവരുടെ ഉത്സാഹം, അവരുടെ ഉദ്ദേശം, ഇതിനെല്ലാം പ്രചോദനം നൽകുന്നത് ഈ രാജാവാണ്, ജോസഫ് എന്ന് പറയുന്ന രാജാവ്. നമ്മളാണെ കുറേയൊക്കെ പണിതിട്ട് പണി നടത്തി അടുത്ത കാര്യം നോക്കും. ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 146 മീറ്ററാണെന്നാണ്. നിലനിരപ്പിൽ നിന്നും 146 മീറ്റർ ഉയരം. അപ്പം മീറ്റർ എന്നുള്ള നമ്മൾ അടി കണക്കാക്കുമ്പോൾ നമുക്കറിയാം എത്ര അടി ഉണ്ടെന്ന് കണക്കാക്കാൻ പറ്റും. 3 അടിയാണ് ഒരു മീറ്റർ എന്ന് നമ്മൾ ഇന്ന് കണക്കാക്കുന്നു. അപ്പോൾ 146 മീറ്റർ ഉയരത്തിൽ ഏതാണ്ട് 13 ഏക്കർ സമചതുരത്തിൽ പരന്നു കിടക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനം, ഇത് മുകളിൽ ഒരൊറ്റ ബിന്ദുവിലാണ് ഇത് അവസാനിക്കുന്നത്.
അതാണ് ഇതിൻ്റെ നിർമ്മാണത്തിലെ ആ മനസ്സിലാക്കാൻ പറ്റാത്ത വസ്തുത. ഈ പിരമിഡിൻ്റെ നിർമ്മാണത്തിൽ, മഹാപിരമിഡിൻ്റെ നിർമ്മാണത്തിൽ 4 വാതിലുകൾ ഉണ്ടെന്നാണ്. പക്ഷെ വാതിലുകൾ അവിടെ തുറന്നു വച്ചിരിക്കുകയല്ല, കിളിവാതിൽ പോലെയാണ്. വായു ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് 4 വായു സഞ്ചാര പാത. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും 17 ചില്വാനം മീറ്റർ ഉയരത്തിൽ കിഴക്ക് നിന്നും ഒരു വാതിലുണ്ട്. എന്തുകൊണ്ടാണ് കിഴക്ക് നിന്ന് വാതിൽ വെച്ചിരിക്കുന്നതെന്നറിയും? കിഴക്ക് ഉദയത്തിൻ്റെ ദിക്കാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഈ പ്രകാശ കിരണങ്ങൾ ഈ വാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കും. അപ്പം നിസ്സാര ഉയരത്തിലല്ല ഈ വാതിൽ. സൂര്യപ്രകാശം സുഗമമായിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. പക്ഷെ ഈ കല്ല് തുറന്നവിടെ വാതിലാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഉദ്ദേശം അതാണ്. ഇത് എങ്ങനെയാണ് യഹോവയ്ക്കൊരു സാക്ഷ്യമായി തീരുന്നത് എന്നുള്ള വിഷയം അതൊരു ചെറിയ വിഷയമല്ല. ദൈവനിർണയങ്ങളോട് ബന്ധപ്പെടുത്തി പിരമിഡിൻ്റെ നിർമ്മാണവും യെരുശലേമിൽ യോശിയാവും സെരുബാബേലും പണിത ആലയത്തോടും ഒരു സാമ്യം ഇവിടെ. അതൊരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. BC 606 ബാബേൽ പ്രവാസം തുടങ്ങി അവിടുന്ന് 70 വർഷം കഴിഞ്ഞ് പേർഷ്യൻ രാജാവായ കോരേസിൻ്റെ കാലത്ത് ഇസ്രായേൽ യെരുശലേമിലേക്ക് മടങ്ങി. എന്നിട്ട് അവർ ആലയം പണിയുവാൻ തുടങ്ങി. 606 യെരുശലേം തകർക്കപ്പെട്ടിരുന്നു. ഈ ആലയം പണിയിൽ ദൈവത്തിൻ്റെ 2 ദാസന്മാരാണ് അതിന് മുൻപിൽ ഇറങ്ങിയത്. യോശുവായും സെരുബാബേലും. ആലയം പണിയാനുള്ള അനുമതി നൽകിയത് പേർഷ്യൻ രാജാവായ കോരശാണ്. അപ്പോൾ ഇവരെ ആലയം പണിയോട് ബന്ധപ്പെടുത്തി ഈ പിരമിഡിൻ്റെ ഏറ്റവും ഉയരത്തിൽ വച്ചിരിക്കുന്ന കല്ലിനെ കുറിച്ച് സക്കറിയ പ്രവചനത്തിൽ പറയുന്നു. അത് നമുക്ക് നാളെ നോക്കിയാൽ മതി. അതെങ്ങനെയാണ് ഈ പിരമിഡിൻ്റെ നിർമ്മാണവുമായിട്ട് യെരുശലേമിൽ പുതുക്കി പണിയുന്ന ആലയവും ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ദൈവനിർണയങ്ങളുടെ രഹസ്യങ്ങളുടെ ചുരുളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഈ പിരമിഡ്
അത് മറ്റൊരു രഹസ്യത്തിൻ്റെ ചുരുളാണ് യെരുശലേം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ യോശുവായും സെരുബാബേലും പണിത ആലയം അത് യഹോവയ്ക്കൊരു സാക്ഷ്യമാണ്, യഹോവയ്ക്കൊരു അടയാളമാണ്. ലോക ജനതയുടെ ഇടയിൽ എങ്ങനെ അടയാളമായത്? ഇന്ന രാജാവ് ഇന്ന കാലത്ത് ജനിക്കുകയും യെരുശലേമിനെ പണിയുകയും ചെയ്യുമെന്ന് ആ രാജാവ് ജനിക്കുന്നതിന് 700 വർഷം മുമ്പേ പ്രവചിച്ചു. അതാ പേർഷ്യൻ രാജാവായ കോരേശിനെ ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ടാണ് പറയുന്നത്. കോരേശ് ജനിച്ചില്ല, ജനിക്കുന്നതിന് 700 വർഷം മുമ്പേ കോരേശിനെ കുറിച്ച് പറഞ്ഞത്. ആ ജനിക്കാനുള്ള ആളിൻ്റെ പേരും പറഞ്ഞു, കോരേശ്. ആ കോരേശാണ് യഹോവയുടെ ആലയം പണിയാനുള്ള വിളംബരം കൊടുത്തത്. ബാബേൽ സാമ്രാജ്യത്തെ നിശേഷം തരിപ്പണമാക്കിയതിൻ്റെ ശേഷം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ അവിടെ നിന്ന് മോചിപ്പിക്കും. അപ്പം ഇസ്രായേൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്, ഇസ്രായേൽ ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. ഇസ്രായേൽ പണിത ആലയവും ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. അതിന്ന് ലോക ജനത നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നിർമ്മിതികളും ഇസ്രായേൽ ജനതയും ദൈവത്തിൻ്റെ സാക്ഷ്യവും അടയാളവുമായിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ നിർമ്മാണങ്ങളോട് ബന്ധിച്ച് പഠിക്കേണ്ട വിഷയമാണ്. അപ്പോൾ മിസ്രൈമിലുള്ള ഈ മഹാപിരമിഡ് വരും ഭാവിയിൽ ലോകജാതികൾക്ക് ഒരു സാക്ഷ്യമായിരിക്കും, ഒരു അടയാളമായിരിക്കും. നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. എന്താ കണ്ടുപിടുത്തം? നോഹയുടെ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നാണ്. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ കണ്ടെടുത്തത്? നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ആ പർവ്വതം മഞ്ഞ് മൂടി, ആ പെട്ടകവും മഞ്ഞിനടിയിലായിപ്പോയി. അപ്പം അതിൻ്റെ കുറേ ഭാഗമെങ്കിലും കേടുകൂടാതെ കിട്ടിയിട്ടുണ്ടെന്നാണ്. അത് ലോകജാതികൾക്കൊരു അടയാളമാണ്. എന്ന് പറഞ്ഞാൽ ലോകജാതികൾ എന്ന് പറയുന്ന ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന എല്ലാവരും ജാതികളിൽ പെടും. ക്രിസ്തുവിൽ വിശ്വാസമുള്ള എല്ലാവരും ജാതികളല്ല, അവരെ ദൈവമക്കളായിട്ടാണ് ദൈവം ഈ കാലത്തും അംഗീകരിക്കുന്നത്. ഇതിനു മുമ്പേ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുള്ള ലോക ജനതയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇസ്രായേലെന്നും ജാതികളെന്നും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുന്നവർ, ക്രൈസ്തവരെന്ന് പറഞ്ഞാലും ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെയും യേശുക്രിസ്തുവിനെ അറിയുകയും 19ഉം 20ഉം വാക്യം. അന്നാളിൽ മിസ്രയീം ദേശത്തിൻ്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണുമുണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കും. അപ്പം ഈ മിസ്രയീം കാണിക്കുന്നത് ഈ ലോകത്തെയാണ് കാണിക്കുന്നത്.
ഈ ലോകം മിസ്രയീമാണ്. ഇവിടുത്തെ ഫറോ എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിന്റെ അധീനതയിലുള്ള മനുഷ്യലോകമാണ് ഇവിടെ കഴിയുന്നത്. അവരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. ഈ പിരമിഡിൻ്റെ അഗ്രം, മുകളിലത്തെ അഗ്രം, അതങ്ങനെ പണിതിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ അടുത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങ് പോവാം. കണ്ടോ? ഇതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പണ്ട് യാക്കോബ് ഒരു ഗോവണി കണ്ടില്ലേ, മരുഭൂമിയിൽ വെച്ച് യേശാവിനെ ഭയന്ന് പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. അവിടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എന്തൊരു നല്ല സുഖമുള്ള കാഴ്ചയാണ് ഏകനായിരിക്കുന്ന യാക്കോബിന്. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാമീപ്യം. ഓരോ രാജാക്കന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അവർക്ക് മരണമില്ല. ദൈവം അവരിൽ കൂടെ സംസാരിക്കുകയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രജകൾക്ക് വേണ്ടതെല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമെന്നാണ്. പണ്ട് ഒരു ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം നമുക്ക് പണിയണം, ഇല്ലേ? ഭൂമിയിൽ നിന്ന് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം. ജലപ്രളയം കഴിഞ്ഞ നിമ്രോദിൻ്റെ കാലത്ത്. അപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു, ആ പണി നിർത്തിക്കളഞ്ഞു. അവരും ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരെ പണിയുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവികമായ ചിന്ത മനുഷ്യന് മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള ചിന്ത, ഇതെല്ലാം മനുഷ്യൻ്റെ ഉത്ഭവം മുതലേ ഉള്ളതാണ്. ഇതില്ലെന്ന് പറയാൻ ആർക്കും പറ്റിയില്ല. ഇത് ഭാവി ജീവിതത്തെ സംബന്ധിച്ചും അതിൻ്റെ പരിണിതഫലമായി മഹാ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും കഴിയുമെന്നുള്ള ചിന്ത എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുള്ളതാണ്. അത് നിരീശ്വരവാദികൾക്കുണ്ട്, യുക്തിവാദികൾക്കുണ്ട്, ഒരു വിശ്വാസമില്ലാത്തവർക്കുമുണ്ട്. പക്ഷെ ആരും അത് കൃത്യമായ രീതിയിൽ പറയുന്നില്ലെന്നോ. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, നിർമ്മിതികൾ ഒക്കെ മനുഷ്യൻ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായതിൻ്റെ ശേഷം ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് ദൈവം അറിയിച്ചു കൊടുക്കും. എന്ത് രഹസ്യമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? ആ രഹസ്യങ്ങൾ എല്ലാവർക്കും വെളിപ്പെടുകയാണ്. അത് ദൈവം ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നോ അവർക്കത് വെളിപ്പെടും. അവരത് ലോകത്തിന് വെളിപ്പെടുത്തണം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കൂടുതൽ ആധികാരികതയോടുകൂടി ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആമുഖമായ ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം.